എല്ലാ തരത്തിലുള്ള ക്രിമിനൽസിനും ഗൂൺസിനും എല്ലാം ഇവിടെ ആരാധക വൃന്ദങ്ങളുണ്ട്. നമുക്ക് കൊച്ചിയിലൊക്കെ പോയാൽ കൊച്ചിയിലൊക്കെയുള്ള ഗൂണ്ടാ നേതാക്കന്മാർക്ക് പോലും മാസ് BGMും ആരാധക വൃന്ദമുണ്ട്. പൾസർ സുനിക്ക് പോലും നമ്മൾ കണ്ടതല്ലേ, പൾസർ സുനിയുടെ BGM ഇട്ട വീഡിയോയും ആരാധക വൃന്ദത്തെ നാം കണ്ടതാണ്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർക്ക് കാണും, പലതരം ക്രിമിനലുകൾക്ക് കാണും. ഇദ്ദേഹത്തിനെ നമുക്ക് കാണാൻ പറ്റും. വലിയ തോതിലുള്ള പിന്തുണക്കാർ അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയും കീഴിൽ വന്ന് മറിയുന്നത് കാണാം. പക്ഷേ ബേസിക് സംഗതി അടിസ്ഥാന നീതിയിൽ അല്ലെങ്കിൽ അടിസ്ഥാന നൈതികതയിൽ ധാർമ്മികതയിൽ ഇദ്ദേഹം എവിടെ നിൽക്കുന്നുള്ളതാണ്. അത് ഈ ജനപിന്തുണ എന്ന് പറയുന്ന ഒരു ഉണ്ടാക്കിയെടുത്ത ഒരു പുകപടലം കൊണ്ട് ഒരു ആവരണം കൊണ്ട് നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് PRXS കാണുമ്പോൾ ഒരു നിലയ്ക്ക് അതിനോട് എന്തെങ്കിലും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഗതി അതിൽ തോന്നുന്നതേയില്ല. അത് കോൺഗ്രസ്സിനും അറിയാം. ഈ കാണിക്കുന്ന കാടും പടപ്പും തല്ലൽ കൊണ്ട് ഇദ്ദേഹത്തെ താങ്ങാൻ കഴിയില്ല എന്നറിയാം. ഇനിയും പരാതികൾ വരാനുണ്ട് എന്ന് ഏറ്റവും നന്നായി അറിയുന്ന ആൾക്കാർ ആ പാർട്ടിക്കകത്തുള്ള ആൾക്കാരാണ്. VD സതീശനെ പോലുള്ള ആൾക്കാരാണ്. അവർക്ക് തന്നെയാണ് ആദ്യമേ പരാതികളെല്ലാം കിട്ടിയത്. ഇങ്ങനെ ഒരു സൈക്കോപാത്ത് സ്വഭാവമുള്ള ഒരു പേവേർട്ടിനെ കൊണ്ട് നടന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന അപകടം എന്താണെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് അവരെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇപ്പോഴും പാർട്ടിക്ക് പുറത്തു പോയതിനു ശേഷം പാർട്ടി പുറത്താക്കിയതിൽ ഉള്ള വേദന പങ്കുവയ്ക്കുന്ന മനുഷ്യന് പാർട്ടിയുടെ അതായത് പാർട്ടി ഉന്നയിച്ചിട്ടുള്ള ധാർമ്മികത, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം, ഈ ഭാഗം വിശദീകരിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ലല്ലോ. എന്നെ പാർട്ടി പുറത്താക്കിയെങ്കിൽ സങ്കടമുണ്ടെന്ന് പറയുന്നതല്ലാതെ പാർട്ടിയുടെ കൺസേൺ വിശദീകരിക്കാൻ ഈ മനുഷ്യന് ഇപ്പോഴും പറ്റുന്നില്ല എന്നാണ് കാര്യം. രണ്ടാമത്തെ സംഗതി എത്തിക്സ് കമ്മിറ്റിയാണ്. എത്തിക്സ് കമ്മിറ്റിയുടെ കാര്യത്തിലേയും, അതായത് ഒരാൾ ഇങ്ങനെ ഒരു കേസിൽപ്പെട്ട അയാളെ പുറത്താക്കണം, അപ്പോൾ തന്നെ നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി കൂടി അയാളെ അയോഗ്യനാക്കണമെന്ന് പറയുന്നത് അത് വേറെ തന്നെ കാര്യമാണ്. അങ്ങനെ അയോഗ്യനാക്കാൻ നോക്കിയാൽ ഈ സംസ്ഥാനത്ത് ആരെയൊക്കെ അയോഗ്യനാക്കേണ്ടി വരും? മുകേഷിനെ അയോഗ്യനാക്കേണ്ടി വരില്ലേ? അദ്ദേഹം കേസിലുള്ള ആളല്ലേ, അദ്ദേഹത്തിനെതിരെ പോലീസ് കുറ്റപത്രം കൊടുത്തിട്ടില്ലേ? അങ്ങനെ അയോഗ്യനാക്കാൻ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ അതിൽ നിയമസഭാ എത്തിക്സ് കമ്മിറ്റി ടെക്നിക്കലി ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് കോടതികളുടെ ഉത്തരവോ മറ്റോ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാവും നല്ലത് എന്നത് അതൊരു കീഴ്വഴക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് ഈ കേസിൻ്റെ മെറിറ്റുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല അതിനെ ആലോചിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ മുകേഷിൻ്റെ കേസും എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പിൽ വരട്ടെ, മുകേഷിനെ അയോഗ്യനാക്കട്ടെ. ഇന്ത്യയിൽ തന്നെ അത്രയും ചരിത്രങ്ങളില്ല. എനിക്ക് തോന്നുന്നു മൊഹമ്മദ് മൊയ്ത്രയും കണ്ട് എത്തിക്സ് കമ്മിറ്റി ഇതുപോലെ അവരെ പുറത്താക്കിയിട്ടുണ്ട്. അത് MLA അല്ല. അതിന് പുറത്തേക്ക് പോയാൽ എത്തിക്സ് കമ്മിറ്റി പോലെ നടപടി എടുത്തിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട കോടതി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വരിക, കോടതിയുടെ പരാമർശങ്ങൾ വരിക, അല്ലെങ്കിൽ അഴിമതി കണ്ടുപിടിക്കപ്പെടുക. അതിനപ്പുറം ഇതൊരു കേസ് ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അന്തിമ തീർപ്പ് വന്നതിന് ശേഷം മാത്രം അതിന്മേൽ നടപടി എടുക്കുന്നതാവും നല്ലത്. അല്ലെങ്കിൽ അത് വേണ്ടാത്ത കീഴ്വഴക്കം ഉണ്ടാവും എന്നുള്ളത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സമീപനമാണ്. അതിലിപ്പോൾ കോൺഗ്രസിനെ എല്ലാവരും കൂടി ചാരണം, ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു യുക്തിയുള്ള കാര്യമല്ല.